വെൽക്കം ടു മിസ്റ്റർ ഫോറക്സ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സ്മാർട്ട് മണി കൺസെപ്റ്റിൻ്റെ കുറച്ച് ഭാഗമാണ് ഡിസ്കസ് ചെയ്തത്. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് ചാറ്റ് പാറ്റേണിൽ ഫ്ലാഗ് പാറ്റേണിനെ പറ്റിയാണ്. ഓക്കെ, അപ്പം ക്ലാസ്സുകൾ യൂസ്ഫുൾ ആണെങ്കിൽ മാക്സിമം സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മൾ SMC അതുപോലെ ICTയും ചാറ്റ് പാറ്റേണും ഫോറക്സ് മാർക്കറ്റിൻ്റെ ബേസും എല്ലാം ഓരോ പ്ലേലിസ്റ്റായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താണ് ഫ്ലാഗ് പാറ്റേൺ എന്ന് നോക്കാം. ഫ്ലാഗ് പാറ്റേൺ എന്ന് പറഞ്ഞാൽ നമുക്ക് നല്ല ട്രേഡ്സ് കിട്ടും. കുറച്ച് നമ്മൾ മാർക്കറ്റ് നോക്കിയിരിക്കുക, കറക്റ്റായിട്ട് ഫോർമേഷൻ ഐഡൻറ്റിഫൈ ചെയ്യുക, ഫ്ലാഗ് പാറ്റേൺ ഐഡൻറ്റിഫൈ ചെയ്ത് ദെൻ ട്രേഡ്സ് എടുക്കുക. നമുക്ക് ഫ്ലാഗ് പാറ്റേൺ ആണെങ്കിലും ഇപ്പോൾ നമ്മൾ ഹെഡ് ആൻഡ് ഷോൾഡർ ഓടിച്ചായിരുന്നു. അപ്പോൾ ഹെഡ് ആൻഡ് ഷോൾഡർ ആണെങ്കിലും ഫ്ലാഗ് പാറ്റേൺ ആണെങ്കിലും എല്ലാം നമുക്ക് നമ്മൾ ICTയും കാര്യങ്ങളൊക്കെ പഠിച്ചു പോകുമ്പോൾ നമുക്ക് ഒന്നിൽ കൂടുതൽ കൺഫർമേഷൻസ് കിട്ടാൻ സഹായിക്കും. ഓക്കെ, അപ്പം എന്താണ് ഫ്ലാഗ് പാറ്റേൺ എന്ന് നോക്കാം. ഫ്ലാഗ് പാറ്റേൺ എന്താണ് നോക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഇതൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കണം. എന്ന് വെച്ചാൽ ഫ്ലാഗ് പാറ്റേൺ നമ്മൾ ആ ഒരു ഫോർമേഷൻ, ഫ്ലാഗ് പാറ്റേണിൻ്റെ ആ ഒരു ഫോർമേഷൻ ഉണ്ടാകുമ്പോൾ അവിടെ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. ഓക്കെ, ആ കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഇപ്പോൾ ഫസ്റ്റ് വൺ ഇതാണ് ഫ്ലാഗ് പാറ്റേൺ എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ ഈ ഒരു ഗ്രാഫ് ഉണ്ടോ? ഇവിടെ നോക്കുമ്പോൾ മാർക്കറ്റ് നല്ല മൊമെൻറ്റത്തിൽ മുകളിലോട്ട് പോയി, ദെൻ അകത്തൊരു ഫോർമേഷൻ, ദെൻ ബ്രേക്ക് ഔട്ട് ചെയ്യുന്നു, മുകളിലോട്ട് പോകുന്നു. ഓക്കെ, താഴോട്ടാണെങ്കിൽ നല്ല മൊമെൻറ്റത്തിൽ മാർക്കറ്റ് താഴോട്ട് ഇറങ്ങിയിട്ട് ദെൻ ഒരു ഫോർമേഷൻ, അതായത് ഒരു കൺസോൾട്ടേഷൻ ഫോർമേഷൻ അപ്പ് സൈഡിലോട്ട്, ദെൻ മാർക്കറ്റ് താഴോട്ട് ബ്രേക്ക് ചെയ്ത് ഇറങ്ങിപ്പോകുന്നു. അപ്പോൾ ഇതാണ് ബിയറിഷ് ഫ്ലാഗ് പാറ്റേൺ, ഇതാണ് ബുള്ളിഷ് ഫ്ലാഗ് പാറ്റേൺ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ മുകളിലോട്ട് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് വൺ നമ്മൾ ട്രെൻഡ് അനലൈസ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ട്രെൻഡ് അനലൈസ് ചെയ്യുന്ന കാര്യം പറയേണ്ട കാര്യമില്ല, നിങ്ങൾക്കറിയാമല്ലോ, ഞാൻ ഡിസ്കസ് ചെയ്തായിരുന്നു. അപ്പം ഫസ്റ്റ് ബുള്ളിഷ് ഫ്ലാഗിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഒരു സ്ട്രോങ് അപ്വേർഡ് മൂവ് മുകളിലോട്ട് തരണം, ദെൻ അതാണ് നമ്മൾ ഫ്ലാഗ് പോളായിട്ട് എടുക്കുന്നത്. അതായത് ബുള്ളിഷ് ഫ്ലാഗും ഉണ്ട്, ബിയറിഷ് ഫ്ലാഗും ഉണ്ട്. ഞാൻ താഴെ ഗ്രാഫ് കാണിച്ചതുപോലെ ബുള്ളിഷ് ഫ്ലാഗും ബിയറിഷ് ഫ്ലാഗും ഉണ്ട്. അപ്പം ബുള്ളിഷ് ഫ്ലാഗിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഒരു അപ്വാർഡ് മൂവ്മെൻറ്റ്, നല്ലൊരു മൊമെൻറ്റത്തിലൊരു അപ്വാർഡ് മൂവ്മെൻറ്റ് മുകളിലോട്ട് വരണം. ആ ഒരു മൂവ്മെൻറ്റ് നമ്മൾ ഫ്ലാഗിൻ്റെ പോളായിട്ടെടുക്കും. ദെൻ ആ ഒരു മൂവ്മെൻറ്റിൽ നല്ലൊരു, അതായത് ആ ഫ്ലാഗ് പോളിൻ്റെ ആ ഒരു മൊമെൻറ്റം ഇല്ലേ, ആ ഒരു മൊമെൻറ്റത്തിൽ നല്ല വോളിയം ഉണ്ടായിരിക്കണം. അതായത് നല്ലൊരു മൂവ്മെൻ്റ് ആയിരിക്കണം ആ ഒരു അപ്വേർഡ് സൈഡിലോട്ട്. അതായത് ഞാൻ ഇവിടെ കാണിച്ചു തരുവാണെങ്കിൽ ഇതാ ഈ ഒരു അപ്വേർഡ് സൈഡിലോട്ടുള്ള ഈ ഒരു മൊമെൻറ്റം കണ്ടോ, ഇതാണ് നമ്മൾ ഫ്ലാഗ് പോളായിട്ട് എടുക്കുന്നത്. അതുപോലെ തന്നെ ഡൗൺ സൈഡ് എടുക്കുകയാണെങ്കിൽ ഇതാണ് നമ്മൾ ഫ്ലാഗ് പോളായിട്ട് എടുക്കുക. അവിടെ നല്ലൊരു മൊമെൻറ്റം ഉണ്ട് ഡൗൺ സൈഡിലോട്ട്. ഓക്കെ, നെക്സ്റ്റ് കാര്യം നമ്മൾ ഫ്ലാഗിൻ്റെ ഫോർമേഷനാണ്. അപ്പോൾ ഫ്ലാഗിൻ്റെ ഫോർമേഷൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഈ ഒരു മൊമെൻറ്റം തന്ന മാർക്കറ്റ് ഒരു കൺസോളിഡേഷൻ മൂവ്മെൻ്റാണ് നടത്തുന്നത്. ഓക്കെ, അതായത് ഈ ഒരു ഫ്ലാഗിൻ്റെ ഫോർമേഷൻ നടത്തുന്ന സമയത്ത് മാർക്കറ്റ് പയ്യെ കൺസോളിഡേഷനാണ്, എന്നാലും മാർക്കറ്റ് ഡൗൺ സൈഡാണ് മൂവ് ചെയ്ത് പോകുന്നത്. ശ്രദ്ധിച്ചോ, അതായത് നല്ല മൊമെൻറ്റത്തിൽ വന്ന മാർക്കറ്റ് ഒരു കൺസോളിഡേഷൻ മൂവ്മെൻറ്റ് ഡൗൺ സൈഡിലോട്ടും, ഇവിടെ ഡൗൺ സൈഡിലോട്ട് വന്ന മാർക്കറ്റ് ഒരു കൺസോളിഡേഷൻ മൂവ്മെൻറ്റ് പോലെ അപ്പ് സൈഡിലോട്ട് മൂവ് ചെയ്യുന്നു. അപ്പം ഇവിടെ ഒരു ഫ്ലാഗ് ക്രിയേറ്റായി, അതുപോലെ ഇവിടെയും ഒരു ഫ്ലാഗ് ക്രിയേറ്റായി. ഓക്കെ, അപ്പം ഇതാണ് നമ്മൾ ഈ ഫ്ലാഗ് ഫോർമേഷന് പറയുന്നത്. ദെൻ വോളിയത്തിൽ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഈ ഒരു ഫ്ലാഗ് പോളിൻ്റെ സമയത്ത് മാർക്കറ്റ് നല്ല വോളിയം ഉണ്ടായിരിക്കും. ഓക്കെ, അതുപോലെ ഇവിടെയും നല്ല വോളിയം ഉണ്ടായിരിക്കും ഈ ഒരു ഫ്ലാഗ് പോളിൻ്റെ സമയത്ത്. ദെൻ മാർക്കറ്റിൻ്റെ വോളിയം അത് കുറയുന്നത് ഈ ഒരു ഫോർമേഷനിൽ, ഈ ഒരു കൺസോൾട്ടേഷൻ മൂവ്മെൻറ്റിൽ. അതായത് അപ്പ് സൈഡിലോട്ട് വന്ന മാർക്കറ്റാണെങ്കിൽ ഈ ഒരു ഡൗൺ സൈഡിലോട്ട് കൺസോൾട്ടേറ്റ് ചെയ്യുമ്പോൾ, ചെറുതായിട്ട് കൺസോൾട്ടേറ്റ് ചെയ്യുമ്പോൾ ഒരു വോളിയം കുറവായിരിക്കും. അതുപോലെ തന്നെ ഡൗൺ സൈഡിലോട്ട് വന്ന മാർക്കറ്റ് പയ്യെ അപ്പ് സൈഡിലോട്ട് ചെറിയൊരു കൺസോൾട്ടേഷൻ നടത്തുമ്പോൾ ഇവിടെയും വോളിയം കുറവായിരിക്കും. ദെൻ മാർക്കറ്റ് വോളിയം കൂടുന്നത് ഇവിടെ നിന്നായിരിക്കും. അതായത് ഈ ഒരു ബ്രേക്ക് ഔട്ട് കിട്ടുമ്പോൾ, അതുപോലെ ഇവിടെയും ഒരു ബ്രേക്ക് ഔട്ട് കിട്ടുമ്പോൾ വോളിയം കൂടുതലായിരിക്കും. ഇത് നമ്മൾ ശ്രദ്ധിക്കണം, മാർക്കറ്റിൻ്റെ വോളിയം. ഓക്കെ, പിന്നെ ഫ്ലാഗിൻ്റെ ബൗണ്ടറീസ് എന്ന് പറയുന്നത്, ഫ്ലാഗ് ബൗണ്ടറീസ് എന്ന് പറയുമ്പോൾ നമ്മളിവിടെ നോക്കുമ്പോൾ ഈ ഒരു ട്രെൻഡ് ലൈനില്ലേ,
അതുപോലെ ഈ ഒരു ട്രെൻഡ് ലൈനും ദെൻ ഈ ഒരു ട്രെൻഡ് ലൈൻ, ഈ ഒരു ട്രെൻഡ് ലൈൻ ബിയറിഷിൻ്റെ ഭാഗമാണെങ്കിൽ ഈ 2 ട്രെൻഡ് ലൈൻ, ഈ ട്രെൻഡ് ലൈനിലോട്ടുള്ള ബ്രേക്ക് ഔട്ടാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, ഇതിനകത്ത് നിൽക്കണം. ഓക്കെ, മാർക്കറ്റിൻ്റെ ഈ ഒരു ഡൗൺ സൈഡിലോട്ടുള്ള കൺസോൾട്ടേഷൻ ആണെങ്കിലും അല്ലെങ്കിൽ മാർക്കറ്റ് ഈ അപ്പ് സൈഡിലോട്ടുള്ള ഈ ഒരു കൺസോൾട്ടേഷൻ ആണെങ്കിലും മാർക്കറ്റ് ഈ ഒരു ട്രെൻഡ് ലൈന് അകത്ത് നിൽക്കണം. ഈ 2 ലൈന് നമ്മളൊരു സപ്പോർട്ടും റെസിസ്റ്റൻസും ആയിട്ടാണ് വരച്ചു വെക്കുന്നത്. ഓക്കെ, ഇവിടെയും അതുപോലെ തന്നെ റെസിസ്റ്റൻസും സപ്പോർട്ടും ആയിട്ടാണ് നമ്മൾ വരച്ചു വെക്കുന്നത്. ഓക്കെ, അപ്പം അതാണ് ഫ്ലാഗിൻ്റെ ബൗണ്ടറി എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ബ്രേക്ക് ഔട്ട് എന്ന് പറയുമ്പം ഇവിടെ നിന്ന് ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഈ ഒരു ചെറിയ കൺസോൾട്ടേഷൻ നടന്നിട്ട് ഡൗൺ സൈഡിലോട്ട് ചെറിയൊരു മാർക്കറ്റ് കൺസോൾട്ടേഷൻ നടന്നിട്ട് ദെൻ മാർക്കറ്റ് ഇവിടെ നിന്ന് ബ്രേക്ക് ചെയ്യുമ്പം അത്യാവശ്യം വോളിയം കൂടുതലായിരിക്കും. ഓക്കെ, ആ ഒരു ബ്രേക്ക് ഔട്ട് മാർക്കറ്റ് ബോഡി കൊണ്ട് നല്ല രീതിയിൽ ബ്രേക്ക് ഔട്ട് തരണം. ഇവിടെയും നല്ല രീതിയിൽ ബ്രേക്ക് ഔട്ട് തരണം. ദെൻ നമുക്ക് ട്രേഡ് പുഷ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അതാണ് ബ്രേക്ക് ഔട്ട് കൺഫർമേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ നോക്കിയോ, ഈ ബ്രേക്ക് ഔട്ട് എബോവ് ദ അപ്പർ ട്രെൻഡ് ലൈൻ ഓഫ് ദ ഫ്ലാഗ് ഓഫൺ വിത്ത് ഇൻക്രീസ്ഡ് വോളിയം ക്യാൻ ദ സിഗ്നൽ ടു കണ്ടിന്യൂഷൻ ഓഫ് ദ അപ് ട്രെൻഡ്. അതായത് നമുക്കിവിടെ അപ് ട്രെൻഡിലോട്ട് മാർക്കറ്റ് മൂവ് ചെയ്യുന്നു എന്ന് ഒരു കൺഫർമേഷൻ കിട്ടുന്നത് ഈ ഒരു മാർക്കറ്റിൻ്റെ ഈ ഒരു മൊമെൻറ്റത്തിൽ നിന്നാണ്, അല്ലെങ്കിൽ ഈ ഒരു ബ്രേക്ക് ഔട്ടാണ്. ഈ ഒരു ബ്രേക്ക് ഔട്ട് എന്ന് പറയുമ്പോൾ അത്യാവശ്യം മാർക്കറ്റ് നല്ല വോളിയത്തിലാണ് ബ്രേക്ക് ഔട്ട് നടക്കുന്നത്. ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം ഈ ഒരു കൺസോൾട്ടേഷൻ പോലെയാണ് ഇവിടെ ഈ ബ്രേക്ക് ഔട്ട് കിട്ടിയേക്കുന്നത്. അല്ലല്ല, ഈ ഒരു ബ്രേക്ക് ഔട്ട് നല്ല രീതിയിലാണ് മാർക്കറ്റ് താഴോട്ട് ബ്രേക്ക് ചെയ്തിരിക്കുന്നത്. ബ്രേക്ക് ചെയ്യുമ്പോൾ നമുക്ക് ട്രേഡിൽ എൻ്റർ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ലൈവ് ചാർട്ടിൽ പോയി നോക്കുകയാണെങ്കിൽ ഇവിടെ ഈ പറഞ്ഞ കാര്യങ്ങൾ, അതായത് ഫ്ലാഗ് പോള് ദെൻ 2 ട്രെൻഡ് ലൈൻ അകത്തായിട്ട് മാർക്കറ്റ് ആ വോളിയം കുറഞ്ഞുകൊണ്ട് കൺസോൾട്ടേഷൻ ചെയ്യുന്നു ഡൗൺ സൈഡിലോട്ട്. ദെൻ നല്ല മൊമെൻറ്റത്തിലൊരു ബ്രേക്ക് ഔട്ട് തരുന്നു മുകളിലോട്ട്. അതുപോലെ തന്നെ ഇവിടെയും മാർക്കറ്റ് ഫ്ലാഗ് പോൾ താഴോട്ട് നല്ല മൊമെൻറ്റം ദെൻ കൺസോൾട്ടേറ്റ് ചെയ്യുന്നു അപ്പ് സൈഡിലോട്ട്. ദെൻ മാർക്കറ്റ് ബ്രേക്ക് ഔട്ട് തരുന്നു. അത്യാവശ്യം നല്ല വോളിയത്തിൽ മാർക്കറ്റ് ബ്രേക്ക് ഔട്ട് തരുന്നു. നമ്മൾ ട്രേഡിൽ എൻ്റർ ചെയ്യുന്നു. ഓക്കെ, കൺഫർമേഷൻ നോക്കണം. ഫ്ലാഗിൽ കൺഫർമേഷൻ്റെ ഏരിയ, ബ്രേക്ക് ഔട്ട് കൺഫർമേഷൻ്റെ ഏരിയ ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പം നമുക്ക് ലൈവ് ചാർട്ടിൽ നോക്കുവാണെങ്കിൽ ഒരു ഫ്ലാഗ് പോൾ നിങ്ങൾക്ക് കാണിച്ചു തരുവാണെങ്കിൽ ഇപ്പോൾ ഇവിടെ നമ്മൾ നോക്കുവാണെങ്കിൽ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ മാർക്കറ്റ് നല്ല രീതിയിൽ ഒരു മൊമെൻറ്റത്തിലാണ് വന്നേക്കുന്നത്. അവിടെ പറഞ്ഞതുപോലെ നല്ലൊരു മൊമെൻറ്റം നമുക്കിവിടെ കാണാം. ഓക്കെ, ദെൻ മാർക്കറ്റ് ഈ ഒരു ബൗണ്ടറിക്കകത്ത്, ഓക്കെ, അതായത് മാർക്കറ്റ് ഈ ഒരു ബൗണ്ടറിക്കകത്ത് ഒരു അപ്പ് സൈഡിലോട്ടൊരു കൺസോൾട്ടേഷൻ നമുക്ക് കാണാം. ഓക്കെ, ഈ ഒരു ബൗണ്ടറിക്കകത്ത്, ആ ഒരു ബൗണ്ടറിക്കകത്ത് മാർക്കറ്റിൻ്റെ മൂവ്മെൻ്റ് എന്ന് വെച്ചാൽ ഇങ്ങനെ മാർക്കറ്റ് ബോഡി ഉണ്ടോ ഒന്നും ബ്രേക്ക് ചെയ്തിട്ടില്ല. ദെൻ നമുക്ക് ബ്രേക്ക് ഔട്ട് കിട്ടിയേക്കുന്നത് ഇവിടെയാണ്. ഓക്കെ, നമുക്ക് ഈ ഒരു റേഞ്ചിൽ നല്ല മൊമെൻറ്റത്തിൽ തന്നെ ബ്രേക്ക് ഔട്ട് കിട്ടിയേക്കുന്നത്. ഓക്കെ, ദെൻ നമുക്കിവിടെ നിന്ന് എൻ്റർ ചെയ്യാം. നല്ല രീതിയിൽ നമുക്ക് ടാർഗറ്റ് പ്രോഫിറ്റ് നമുക്ക് ബുക്ക് ചെയ്യുകയും ചെയ്യാം. ഓക്കെ, അപ്പം ഇതാണ് നമ്മളിപ്പോൾ ഡൗൺ സൈഡിലോട്ട് നമ്മളിപ്പോൾ എന്താ കണ്ട ഈ ഒരു ഫ്ലാഗ് പാറ്റേൺ. ഓക്കെ, പിന്നെ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ ഫെയർ വാല്യൂസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ വരുന്ന ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ അതാണ് ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞത്. നമുക്ക് മോർ കൺഫർമേഷൻസ് എടുക്കാം ഓരോ ട്രേഡ്സിലും കൺസെപ്റ്റുകൾ അറിഞ്ഞിരുന്നാൽ. ഓക്കെ, നമ്മളിപ്പോൾ ഫ്ലാഗ് പാറ്റേൺ മാത്രമല്ല, നമുക്ക് വേറെ രീതിയിലും കൺഫർമേഷൻസ് എടുക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾ ബ്രേക്ക് ഔട്ടിൽ കൺഫർമേഷൻ എടുക്കുന്ന മാർക്കറ്റിൻ്റെ മൊമെൻറ്റം വെച്ചിട്ട് അല്ലെങ്കിൽ വോളിയം വെച്ചിട്ടാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇൻഡിക്കേറ്റേഴ്സ് യൂസ് ചെയ്യാം, വോളിയത്തിൻ്റെ ഇൻഡിക്കേറ്റർ യൂസ് ചെയ്യാം. അപ്പം നമുക്ക് നെക്സ്റ്റ് നമ്മൾ ഈ ഒരു റേഞ്ചിനകത്ത് നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് ഇവിടെ നിന്ന് സ്ട്രോങ് ആയിട്ടൊരു അപ്പ് മൂവ്മെൻറ്റ് തന്നു. ഓക്കെ, ഇവിടെ അപ്പ് മൂവ്മെൻറ്റ് തന്നിട്ട് മാർക്കറ്റ് ഈ ഒരു ഏരിയയിൽ നിങ്ങൾ നോക്കിയാൽ കാണാം, ഈ ഒരു ഏരിയയിൽ മാർക്കറ്റ് ഒന്ന് ഡൗൺ സൈഡിലോട്ട് കൺസോൾട്ടേറ്റ് ആയി. ഓക്കെ, അതായത് നമ്മൾ നോക്കുമ്പം ഈ ഒരു റേഞ്ചിൽ മാർക്കറ്റ്
ഒന്ന് കൺസോളിഡേറ്റ് ആയി, ദെൻ ബ്രേക്ക് ഔട്ട് വന്നു, മാർക്കറ്റ് മുകളിലോട്ട് പമ്പ് ചെയ്തു. അതായത് നമുക്ക് ഇവിടെ നമ്മൾ നോക്കുമ്പോൾ നമുക്കിവിടെ ബ്രേക്ക് ഔട്ട് കിട്ടി, സ്ട്രോങ് ബ്രേക്ക് ഔട്ടാണ്. നമുക്ക് ലോവർ ടൈം ഫ്രെയിമിലോട്ട് മാറ്റി നമുക്ക് കൺഫർമേഷൻ എടുക്കാം. ഓക്കെ, എന്നിട്ട് മാർക്കറ്റ് ഇവിടെ നമ്മൾ നോക്കുമ്പോൾ മാർക്കറ്റ് മുകളിലോട്ട് പമ്പ് ചെയ്ത് ദെൻ താഴോട്ട് വന്ന് ആ ഒരു റെസിസ്റ്റൻസ്, ഈ ഒരു റേഞ്ചിൽ നമ്മൾ റെസിസ്റ്റൻസ് എന്നാണ് പറയുന്നത്, ഈ ഒരു റേഞ്ച് വന്ന് മാർക്കറ്റ് റീടെസ്റ്റ് ചെയ്ത് പമ്പ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, പമ്പ് ചെയ്ത് മാർക്കറ്റ് ആ ഒരു മൂവ്മെൻറ്റ് അങ്ങ് പോയേക്കുക. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ ഫ്ലാറ്റ് പാറ്റേൺ, ഈ ഒരു ഇതും. അതുപോലെ തന്നെ നമ്മൾ ഡൗൺ സൈഡിൻ്റെ കാര്യം ഡിസ്കസ് ചെയ്തായിരുന്നു. അപ്പോൾ ഈ കാര്യം നമ്മൾ ഫ്ലാറ്റ് പാറ്റേൺ കൊണ്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഫുള്ളിഷ് ഫ്ലാറ്റ് പാറ്റേൺ ആണെങ്കിലും അല്ലെങ്കിൽ ബിയറിഷ് ഫ്ലാറ്റ് പാറ്റേൺ ആണെങ്കിലും നിങ്ങൾക്ക് മാക്സിമം മനസ്സിലായി എന്ന് വിശ്വസിച്ച് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ, അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ബ്രേക്ക് ഔട്ടിൽ നമുക്ക് എൻട്രി എടുക്കാൻ, ദെൻ റീടെസ്റ്റിൽ വരുവാണെങ്കിൽ നമുക്ക് എൻട്രി നോക്കാവുന്നതാണ്. അവിടെ നമുക്ക് കൺഫർമേഷൻസും കാര്യങ്ങളും വേണം. മാക്സിമം ബ്രേക്ക് ഔട്ട് തന്നെ ആയിരിക്കും ബെറ്റർ. കാര്യം ഒരു ബുള്ളിഷ് ഫ്ലാഗ് അല്ലെങ്കിൽ ബിയറിഷ് ഫ്ലാഗ് മാർക്കറ്റിൽ വരുമ്പോൾ അവിടുത്തെ ആ ഒരു ബ്രേക്ക് ഔട്ടുള്ള മൊമെൻറ്റം ഭയങ്കര കുറച്ച് ഹെവി ആയിരിക്കും. സോ ബ്രേക്ക് ഔട്ടിൽ എൻട്രി എടുക്കുന്നതായിരിക്കും ബെറ്റർ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ക്ലാസ്സിൽ മാക്സിമം യൂസ്ഫുള്ളായി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് വേറൊരു ടോപ്പിക്കുമായിട്ട് കാണാം. താങ്ക് യു.